ഹലോ ഗായ്സ്, സോ ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിരിക്കുകയാണ്. സോ ചുമ്മാ ഇരുന്ന് അജുവിനൊന്ന് ലീവായിരുന്നു. സോ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പം നമ്മൾ അടുത്തൊരു ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. സോ ബീച്ചിൽ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. സോ ഞാൻ UK വന്ന ശേഷം ഒരു ടൈം ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ബസ്സിൽ പോകുന്നത്. സോ அது டிஃப்ரெண்ட் கைண்ட் ஆஃப் பஸ். அது வந்து லண்டன்ல இருக்கிற பஸ் வேற வேல போகணும். சோ நம்ம பக்கத்துல இருக்கிற பஸ் எப்படி போகணும்னு சொல்லி அப்போ ஃபர்ஸ்ட் டைம் ആണ് എക്സ്പീരിയൻസ്. അത് റൂഫ് ഇല്ലാത്ത ബസ് അല്ല ജോ, അത് കിടക്കുന്നത് கொஞ்சம் കഷ്ടം. ട്രൈ பண்ணி നോക്കണം. ഓക്കേ, സോ ഇൻഗോൾ ബിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഒരു ബീച്ചിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറി പോകുന്നതാണ് ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. സോ ഇവിടുന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈം ആണ്. അജുവൊക്കെ ഒരുപാട് நம்ம பஸ் போக வேண்டியது 1 பஸ் நம்பர் 1. Cheers. ഹലോ ഗായ്സ്, സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ റൂഫ് ടോപ്പ് ബസ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല, കാറ്റ് കാരണം കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. പക്ഷേ இந்த വ്യൂ എല്ലാം பாருங்க गाइस, சும்மா வேற ലെവലിൽ இருக்கு. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്റെ മുടി പറക്കുന്നത് കണ്ടില്ലേ? அவ்வளவுதான் गाइस, நம்ம போற வேண்டிய இடத்துக்கு போயிட்டு உங்களுக்கு நான் ரிமைனிங் வீடியோ ஷோ பண்றேன். போற வழியில நல்ல ஒரு வியூ கிட்டியா நான் உங்களுக்கு ஷோ பண்றேன். പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് കാരവൻ കണ്ടു. ഇവിടെ സമ്മർ സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പീപ്പിൾ ഇവിടെ വന്നാണ് താമസിക്കാറ്. കുറച്ച് ചീപ്പായതുകൊണ്ടാണ്. இப்போ வந்துட்டு பஸ் விட்டு இறங்கி இப்போ பீச்சுக்கு போயிட்டு இருக்கோம் நம்ம. സോ ബസ്സിൽ നമ്മൾ ആക്ച്വലി സ്റ്റോപ്പ് അറിയാണ്ട് ചടപ്പറയത് ഏതോ ഒരു സ്റ്റോപ്പിലൊക്കെ ഇടയ്ക്ക് ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തു. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിനി പോകുന്ന സമയത്ത് ഇതിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പോകുമ്പോൾ സ്റ്റോപ്പ് ബട്ടൺ പോകുമ്പോൾ നമുക്കറിയാം. ഓബ്വിയസ്ലി നമ്മുടെ സ്ഥലമായതുകൊണ്ട്, ഇത് നമ്മുടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. സോ നമ്മളിപ്പോൾ ബീച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബീച്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ബീച്ച് എത്തിയിട്ടുണ്ട്. ബീച്ചിൽ എല്ലാവിടെയും പോലെ നല്ല തണുപ്പുണ്ട്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് തണുപ്പുണ്ട്. ഓക്കെ, ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയാണെങ്കിൽ അറിയാം, നമ്മൾ മേലെ കൊണ്ടോ നല്ല മഴക്കാറ് വരുന്നതിന്റെ ഒരു ഇതുണ്ട്. എന്നാൽ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഭയങ്കര ബ്ലൂ സ്കൈ. ஓகே, இப்போ நம்ம வந்துட்டு பீச்சை விட்டு പുറത്ത് வந்து நம்ம வீட்டுக்கு போக போறோம். ബീച്ചിൽ പോകുമ്പോൾ വെയിലേ ഇല്ല. ആണോ ഇപ്പൊ നല്ല വെയിൽ. ബിക്കോസ് നമ്മൾ ഈ വഴിക്ക് പോയ സമയത്ത് നമ്മുടെ തലയുടെ ബാക്കിലായിരുന്നു സൂര്യൻ. ഇപ്പൊ വരുന്ന സമയത്ത് തലയുടെ ഫ്രണ്ടിലാണ് സൂര്യൻ. സിമ്പിൾ. ശരി ശരി. അപ്പൊ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഡബിൾ ഡെക്കർ ബസ് കിട്ടിയിരിക്കുകയാണ്. അതായത് റൂഫ് ക്ലോസ് ആയിട്ടുള്ള ബസ്. നമ്മളിപ്പോൾ അതിൻ്റെ 2nd ഫ്ലോറിലാണുള്ളത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അജു ഇത് കാണിച്ചു. ഇത് ബട്ട്ലൻസ് ആണ് കേട്ടോ. അത് വേറൊരു എന്താ പറയുക, കിഡ്സും പിന്നെ അതുപോലെ കുറച്ച് റൈഡ്സ് ഉള്ള സ്ഥലം. ഞാൻ ഇതുവരെയ്ക്ക് വന്നിട്ടില്ല.
ഇവിടെ പിന്നെ ഉണ്ടല്ലോ ഈ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാനിപ്പോൾ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഓഫ് കോഴ്സ് ടാപ്പ് ചെയ്തിട്ടാണ് അവൾ കയറേണ്ടത്. പിന്നെ നമ്മളിവിടെ സീറ്റിൽ ഇരിക്കാണ്ട് ഒരു ബസ് ഡ്രൈവേഴ്സും ബസ് എടുക്കൂല എന്ന് ഞാൻ പഠിച്ചു അല്ലേ. നല്ല പഠിച്ചോ. സോ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലോ ബസ്സിൽ കയറി കാല് വെച്ചാൽ ഉടനെ ബസ് അങ്ങ് എടുത്തു പോകും. നമ്മൾ വീണാലും ശരി വീടില്ലെങ്കിലും ശരി. ഇവിടെ ആണെങ്കിൽ ബസ്സിലും അധികം തിരക്കും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു പ്ലേസിൽ ഇരുന്നാൽ മാത്രമാണ് ആ ഒരു ബസ് എടുക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ ബാക്കിലിരുന്ന് നമ്മൾ ഫ്രണ്ടിൽ വന്നിരുന്നു. കാരണം ഫ്രണ്ടിലിരുന്ന് വ്യൂ അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ബസ് റൈഡ് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും അജു ഇവിടെ ഇരിക്കുന്ന സമയത്ത് അജു ബസ്സിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ബസ്സിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പൈസ കൊടുക്കണം. ഞാൻ വരുന്ന സമയത്ത് മണ്ടത്തരത്തിൽ അറിയാണ്ട് ചോദിച്ചു, അജു പൈസ എടുത്തിട്ടുണ്ടോ അജു നമ്മുടെ നാട്ടിലെ പോലെ പൈസ കൊടുത്തിട്ടല്ല അവിടെ ബസ്സിൽ പോകണ്ടേ, കാർഡ് ടാപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്കൊരു കാർഡ് ഉണ്ടല്ലോ അജു, സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു കാർഡ് എടുക്കാൻ கார்டுன்னு அது പക്ഷേ இங்கே இருக்கான்னு எனக்கு தெரியல. சில ஸ்தலத்தில் அந்த மாதிரி சில கார்ட்ஸ்லாம் இருக்கு. அது வந்துட்டு நம்மளுக்கு கொஞ்சம் டிஸ்கவுண்ட் கொடுப்பாங்க. நான் ஸ்டூடெண்ட்டாக இருக்கும்போது அந்த மாதிரி கார்ட்ஸ்லாம் யூஸ் பண்ணேன். அது யூஸ் பண்ணும்போது நம்மளுக்கு நிறைய மணி சேவ் ஆகும். பட் ஆனால் இனிமே அதை என்னால் யூஸ் பண்ண முடியும். നോ മോർ സ്റ്റുഡൻറ്റ്. സോ അതുകൊണ്ടാണ്. പിന്നെ ബസ് റൈഡ് നമ്മുടെ നാട്ടിലെ പോലത്തെ കുഴിയുള്ള റോഡല്ലാത്തതുകൊണ്ട് നൈസ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഫുള്ളി എയർ കണ്ടീഷനിങ് ആണ്. എയർ കണ്ടീഷനിങ് ആണ്. എല്ലാ വിൻഡോസ് എല്ലാം ക്ലോസ്ഡ് ആണ്. സോ നമ്മുടെ നാട്ടിൽ ഈസി ബസ്സിൽ പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ അവിടെ വെയിൽ കടിക്കുമ്പോൾ வின்டரில் உள்ளார ஃபுல்லாக ஹீட்டர் ஆன் பண்ணிடுவாங்க. சம்மரில் உள்ளார வந்துட்டு இது ஏசி ஆன் பண்ணி விட்டுருவாங்க. நம்ம வந்த பஸ் கைஸ். ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫന്നി ആയിട്ട് ഒരു ഗേറ്റ് കണ്ടു. ഫന്നി അല്ല ആക്ച്വലി അതൊക്കെ എഴുതിക്കണം. പ്ലീസ് ക്ലോസ് ദ ഗേറ്റ്, ഡോണ്ട് ലെറ്റ് us escape. താങ്ക് യു ലൂണ ആൻഡ് മിനി. സി ലൂണ ആൻഡ് മിനി നൈസ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ ഡേ ഇന്നത്തെ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആവാൻ പോവുകയാണ്. ബട്ട് സ്റ്റിൽ കണ്ടോ സണ്ണിയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. நல்ல சன்னியா இருக்கு. இது நான் பின்னாடி காட்டுறேன் பாருங்க எவ்வளோ சன்னியா இருக்குன்னு. ആക്ച്വലി 7 o'clock ഇല്ലാമോ? 7:30 ആവാൻ പോകുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ until then, signing off, your Ammu and Haju. Bye bye.